ഇത് ഇൻസ്റ്റാൾമെന്റ് സാധനങ്ങളാണ് തോന്നുന്നു. എന്റെ പഴയ ചട്ടിപട്ടി കോടാലി ഇൻസ്റ്റാൾമെന്റ് സാധന. അളിയ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെപ്പിക്കേ. ഇല്ല ഞാൻ കറക്കും. Come on children, come on. Where are going? Who are you? What you want? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എന്റെ നിങ്ങൾ ആരാ? എന്താ ഇവിടെ വേലക്കാരനാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണ്? നിങ്ങളുടെ വീടോ? പിന്നെ എന്താ ഡൗട്ട്? അപ്പൊ അവന്മാരെന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതോ? എവന്മാര് ഇതിന്റെ ഓണർമാർ രണ്ടാള്. അപ്പൊ ഞാൻ അറിയാതെ നീ കാശ് വാങ്ങിച്ച് ഈ വീട് പറഞ്ഞു വിറ്റല്ലേ? ഞാൻ അറിയാതെ നിങ്ങൾ ഇവന്മാരിക്കുന്ന കാശ് മേടിച്ച് വീട് വിറ്റോ? നിങ്ങളല്ല അവന്മാര്. നിക്ക്, ഇന്ന് നമുക്ക് പതിവ് റൂട്ട് മാറ്റാം. ഈ നിയോജക മണ്ഡലം വിട്ടൊന്ന് കളിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ ആ വാടകക്കാരൻ ഹെൽത്ത് ഓഫീസറുടെ ബൂത്തിൽ ചെന്ന് ചാടിയെന്ന് വരും. ഓ, ഇന്നാണല്ലോ അങ്കിളും ആന്റിയും ആ വാടകക്കാരന്റെ പടി അടച്ച് പിണ്ടം വെക്കുന്നത്. അവർ പടി അടച്ച് പിണ്ടം വെക്കുകയോ പടി അടക്കാതെ പിണ്ടം വെക്കുകയോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ കാര്യം. നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടുന്നത്? എന്നാലും നമുക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ നല്ലൊരു ഹെൽപ്പ് ചെയ്തില്ലേ? അതുപോലെ നമ്മുടെ കാശും കിട്ടിയില്ലേ? ഓക്കെ, സാറന്മാരെ ഒരു കാര്യം പറയാനുണ്ട്. ആരാ അത്? ഒരു പരിചയമുള്ള ശബ്ദം. അതെ, ജോലി ശുപാർശ 2000 രൂപ. അവനാണ്. വിട്ടോ, ആയിക്കോട്ടെ, അവൻ പുറകെ തന്നെ ഉണ്ട്. ഈ റൂട്ടും മാറ്റാം. മാറ്റാം. ഓടല്ലേ, നിക്കണേ, ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ വളരെ ബിസിയാ. ഇന്നൊരു മിന്നൽ പരിശോധനയുണ്ട്. അതുകൊണ്ട് മിന്നൽ പോലെ പോയിക്കൊണ്ടിരിക്കുക. കാര്യങ്ങൾ കേൾക്കാനുള്ള ടൈം. ബൈ ബൈ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞോ? ഇത് ചേട്ടന്റെ പാന്റ് ഷർട്ട് ആണല്ലോ. ഹലോ, ഒന്ന് നിൽക്കണേ. ഓഹോ, വണ്ടി തിരിഞ്ഞു. ഒരു അർജന്റ് കാര്യത്തിൽ പോകാനുള്ളതാ. അതെ, അങ്കിളും ആന്റിയും. മക്കളെ, എന്താ നിങ്ങൾ ചെയ്തത്? അല്ല, എന്ത് ചെയ്തു? ഞങ്ങള് അങ്കിളിനും ആന്റിക്ക് ഒരു സമ്മാനമായിട്ട് അങ്ങോട്ട്. വീട് രണ്ടാമത് വിൽക്കാനോ? അയ്യോ, അത് പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. ഞങ്ങൾ വാടകയ്ക്കൊടുത്ത വീട് മാറിപ്പോയി. അതെ, ഇതാരെങ്കിൽ അറിയില്ലേ? ഇല്ല. I will arrest you. പോലീസോ? അങ്കിൾ, പോലീസിനെ വിളിക്കാൻ. പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. കുംഭകോണവും വാണിഭവും പോലുള്ള വൻകിട തരികടകൾ നടത്തുന്ന മാന്യന്മാര് ഇവിടെ നാട് ഭരിച്ച് വിലസുന്നു. ജീവിക്കാൻ വേണ്ടി ഒരു കൊച്ചു കള്ളം പറഞ്ഞതിന് നമ്മള് ലോക്കപ്പിൽ കിടന്ന് കൊതുകടി കൊള്ളുന്നു. അതുകൊണ്ടാണ് കഴുതേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, ചെയ്യുന്നെങ്കിൽ ഒരു അറ്റ കൈയായിരിക്കണം. ഒറ്റയടിക്ക് ഒരു ജന്മം മുഴുവൻ സുഖമായിട്ട് കഴിയാനുള്ളത് അടിച്ചു മാറ്റണം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഇവിടെയുള്ള ബ്ലേഡ് കമ്പനികൾ കുത്തി തുറന്ന് ലോക്കറിലുള്ളതെല്ലാം അടിച്ചു മാറ്റാം. 50-50 സമ്മതമാണ്. കയ്യിലടിക്ക്. താൻ എന്താ എന്നെ കുറിച്ച് കരുതി? ജീവിക്കാൻ വേണ്ടി ചില കൊച്ചു കൊച്ചു കള്ളങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില കുസൃതികൾ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ലോക്കർ കുത്തി തുറക്കാനും കാശടിച്ചു മാറ്റാനും തന്നെ പോലെ ഞാൻ അധപ്പതിച്ചിട്ടില്ല. നീ അധപ്പതിക്കരുത്. നീ ഉയരങ്ങളിൽ എത്തേണ്ടവനാണ്. എനിക്ക് ജീവിക്കണം, അതിന് കാശാണ് ആവശ്യം. അതിനുവേണ്ടി ഞാൻ എന്ത് വൃത്തികെട്ട മാർഗവും ഞാൻ സ്വീകരിക്കണം. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി. നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമുക്ക് പിരിയാം. അതാ നല്ലത്. പിരിയാം. അയ്യോ, സോറി. ഇവര് തന്ന കംപ്ലൈന്റ് ഇവര് തന്നെ പിൻവലിച്ചത് കൊണ്ട് തൽക്കാലം ഞാൻ വെറുതെ വിടുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. ഞങ്ങളല്ല. സോറി, മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ പൊന്നു മക്കളെ നിങ്ങളെ വെറുതെ വിടില്ല. മനസ്സിലായോടാ? പോ. വേണ്ട, താങ്ക്സ് പറയണ്ട. ആരോട് ചോദിച്ചിട്ടാ എന്റെ ബ്രദറിന്റെ പാന്റ് ഷർട്ട് കൊടുത്ത് അവന്മാർക്ക് കൊടുത്തത്? എനിക്ക് അതേ കളറിന്റെ പുതിയ പാന്റ് ഷർട്ട് കൂടെ കിട്ടണം. ഇല്ലെങ്കിൽ ഉണ്ട തിന്നാൻ പോണം നിങ്ങളായിരിക്കും. Thank you very much, sir. അത് പറയുന്നതല്ലേ പറഞ്ഞത്. Thank you, sir.